നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ട്. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളി പ്രതിസന്ധി രൂക്ഷം. തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവുണ്ടായതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ. കുവൈറ്റ് കറൻസിയുടെ 5ാം പതിപ്പ് മാറ്റി ലഭിക്കുന്നതിനുള്ള അന്തിമ സമയപരിധി ഏപ്രിൽ 18 അവസാനിക്കും. സെൻട്രൽ ബാങ്ക് കെട്ടിടത്തിലെ ബാങ്കിംഗ് ഹാളിലെത്തി നോട്ടുകൾ മാറ്റാം. സൗദിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ ധനശേഖരണ യജ്ഞത്തിന് തുടക്കം. ധനശേഖരണം നടത്തുക ഇഹ്സാൻ പ്ലാറ്റ്ഫോം വഴി. സിറിയയിൽ സംഘർഷത്തിൽ മരണം 1300 കടന്നു. കൊല്ലപ്പെട്ടവരിൽ ഏറെയും സാധാരണക്കാർ. ഉത്തരവാദികളെ വെറുതെ വിടില്ലെന്ന് ഇടക്കാല ഭരണാധികാരി മാർക്ക് കാർണി. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി. ട്രംപുമായുള്ള വ്യാപാര യുദ്ധത്തിൽ കാനഡ ജയിക്കുമെന്ന് മാർക്ക് കാർണി. സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ CPM-ൽ അതൃപ്തി പുകയുന്നു. നേതൃസമിതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നേതാക്കൾ പരസ്യമായി രംഗത്ത്. 50 വർഷം പരിചയമുള്ള തന്നെ തഴഞ്ഞെന്നും സ്ഥാനങ്ങൾ നൽകിയത് നീതിയുക്തമായില്ലെന്നും A. പത്മകുമാർ. P. ജയരാജനെ തഴഞ്ഞതിൽ M. സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ച് മകൻ ജെയിൻ രാജ്. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളി പ്രതിസന്ധി രൂക്ഷം. രാജ്യത്ത് തൊഴിലാളികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായാണ് ഔദ്യോഗിക സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നത്. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷന്റെ പുതിയ ഡാറ്റ കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ 30,377 ഗാർഹിക തൊഴിലാളികളുടെ കുറവാണ് വന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്നു. 2024 ഡിസംബർ അവസാനത്തോടെ കുവൈറ്റിലെ ഗാർഹിക തൊഴിലാളികളുടെ മൊത്തം എണ്ണം ഏകദേശം 7,80,930 ആയി. 2023 മധ്യത്തിൽ ഇത് 8,11,307 ആയിരുന്നു. തൊഴിലാളികൾ എത്തുന്നതിന് മുമ്പ് ഫീസ് ചുമത്തുന്നതിനാൽ ചില ഏഷ്യൻ രാജ്യങ്ങൾ തൊഴിലാളികളെ കുവൈറ്റിലേക്ക് അയക്കാൻ വിമുഖത കാണിക്കുന്നുണ്ട്. ഫിലിപ്പിനോ ഗാർഹിക തൊഴിലാളികളുടെ പ്രശ്നവും ഈ സാഹചര്യത്തിന് കാരണമായി. കുവൈറ്റ് കറൻസിയുടെ 5ാമത്തെ പതിപ്പ് മാറ്റി ലഭിക്കുന്നതിനുള്ള അന്തിമ സമയപരിധി ഏപ്രിൽ 18 അവസാനിക്കും. കുവൈറ്റ് സെൻട്രൽ ബാങ്ക് അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. സെൻട്രൽ ബാങ്ക് കെട്ടിടത്തിലെ ബാങ്കിംഗ് ഹാളിൽ നേരിട്ടെത്തിയാണ് നോട്ടുകൾ കൈമാറ്റം ചെയ്യേണ്ടത്. ഇതിനായി വ്യക്തിഗത തിരിച്ചറിയൽ രേഖ ഹാജരാക്കുകയും ബന്ധപ്പെട്ട ഫോം പൂരിപ്പിച്ചു നൽകുകയും വേണം. റംദാൻ മാസത്തിൽ ബാങ്കിംഗ് ഹാളിന്റെ ഔദ്യോഗിക പ്രവൃത്തി സമയം രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും റംദാന് ശേഷം രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 വരെയും ആയിരിക്കും. 2015 ഏപ്രിൽ 19 കുവൈറ്റ് കറൻസിയുടെ 5ാം പതിപ്പ് പിൻവലിച്ചത്. ഈ വിഭാഗത്തിൽപ്പെട്ട നോട്ടുകൾ കൈവശമുള്ളവർ നിശ്ചിത കാലയളവ് അവസാനിക്കുന്നതിന് മുമ്പ് അവ കൈമാറി പകരം നോട്ടുകൾ സ്വീകരിക്കണമെന്ന് സെൻട്രൽ ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. സൗദിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ധനശേഖരണാർത്ഥം ഇഹ്സാൻ പ്ലാറ്റ്ഫോം വഴി നടത്തുന്ന ദേശീയ ധനശേഖരണ യജ്ഞത്തിന് സൗദി ഭരണാധികാരി സൽമാൻ രാജാവും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും ചേർന്ന് 7 കോടി റിയാൽ സംഭാവന നൽകി തുടക്കമിട്ടു. സൽമാൻ രാജാവ് 4 കോടി റിയാലും കിരീടാവകാശി 3 കോടി റിയാലുമാണ് നൽകിയത്. 5ാമത് ദേശീയ സംഭാവന ശേഖരണ യജ്ഞമാണിത്. റമദാനിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ധനശേഖരണാർത്ഥം ക്യാമ്പയിൻ ആരംഭിച്ച് ആദ്യ മണിക്കൂറുകളിൽ തന്നെ 70 കോടിയിലേറെ റിയാൽ സംഭാവന ലഭിച്ചു. സിറിയയിൽ സംഘർഷം രൂക്ഷം. മരണം 1300 കടന്നു. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിരവധി പേർ ഇതിനോടകം പ്രദേശത്ത് നിന്ന് പലായനം ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ഡിസംബറിൽ ബാഷർ അൽ അസദിനെ പുറത്താക്കിയതിനു ശേഷമുള്ള ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടക്കുന്നത്. സിറിയൻ പ്രസിഡന്റായിരുന്ന ബാഷർ അൽ അസദിനെ അനുകൂലിക്കുന്നവരും സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ മരണസംഖ്യ ഉയരുന്നു. ന്യൂനപക്ഷമായ അലവി വിഭാഗത്തിൽപ്പെട്ടവരും സാധാരണക്കാരുമാണ് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും. കൊല്ലപ്പെട്ടവരിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമുണ്ട്. സിറിയയിലെ ആഭ്യന്തര യുദ്ധം ആരംഭിച്ച് 14 കൊല്ലത്തിനിടെ ഇതാദ്യമായാണ് സംഘർഷത്തിൽ ഇത്രയധികം ജീവനുകൾ നഷ്ടപ്പെടുന്നത്. അസദ് ഭരണകൂടവുമായി ബന്ധം പുലർത്തിയിരുന്നവർക്കെതിരെ സുരക്ഷാ സേന നീക്കം ശക്തമാക്കിയിരുന്നു. ലദാഖിയയിലെ ജബ്ല നഗരത്തിൽ തുടങ്ങിയ സംഘർഷം മറ്റിടങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു. ലദാഖിയ നഗരത്തിന്റെ ഭൂരിഭാഗം മേഖലകളിലും വൈദ്യുതി വിതരണവും കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്.
പുതിയ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സുന്നി വിഭാഗത്തിൽപ്പെട്ടവർ അസദിനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന അലവികൾക്കു നേരെ വെള്ളിയാഴ്ചയാണ് പ്രതികാര കൊലപാതകങ്ങൾ ആരംഭിച്ചത്. പതിറ്റാണ്ടുകളായി അസദിനെ പിന്തുണച്ചിരുന്നവരാണ് അലവി വിഭാഗത്തിൽപ്പെട്ടവർ. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിരവധി പേർ ഇതിനോടകം പ്രദേശത്ത് നിന്ന് പലായനം ചെയ്തു. ന്യൂസ് ഡെസ്ക് അമൃത TV. കുവൈറ്റിലെ കണ്ണൂർ ജില്ലക്കാരുടെ കൂട്ടായ്മയായ ഫ്രണ്ട്സ് ഫോർ ഓഫ് കണ്ണൂർ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഫോക്ക് വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഹോർമോണൽ ഇംബാലൻസ് ഇൻ വിമൻ ആൻഡ് ഡീലിംഗ് വിത്ത് മെനോപേസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നോയിങ് ആൻഡ് ചേഞ്ചിങ് ഫേസ് ടു ഫേസ് എന്ന സെമിനാർ സംഘടിപ്പിച്ചു. കുവൈറ്റിലെ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സരിതയാണ് സെമിനാർ അവതരിപ്പിച്ചത്. വനിതാവേദി ചെയർപേഴ്സൺ ഷംന വിനോജിന്റെ അധ്യക്ഷതയിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിൽ ഫോക്ക് ട്രഷറർ സൂരജ് KV സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വനിതാവേദി ജനറൽ കൺവീനർ അഖിലാസ് ഷാബു സ്വാഗതവും വനിതാവേദി ട്രഷറർ ലീന സാബു നന്ദിയും പറഞ്ഞ ചടങ്ങിൽ ഫോക്ക് ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ്, ജോയിന്റ് ട്രഷറർ സുജേഷ്, ചാരിറ്ററി സെക്രട്ടറി സജിൽ, രക്ഷാധികാരി അനിൽ കേളോത്ത്, മുൻ ചെയർപേഴ്സൺ ബിന്ദു രാജീവ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സെമിനാറിൽ നിരവധി വനിതാവേദി അംഗങ്ങൾ പങ്കെടുത്തു. വനിതാവേദിയുടെ സ്നേഹോപഹാരം ചെയർപേഴ്സൺ ഷംന വിനോജ്, ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ് എന്നിവർ ചേർന്ന് ഡോക്ടർ സരിതയ്ക്ക് നൽകി ആദരിച്ചു. കരുളായി പ്രവാസി സംഘം ജിദ്ദ ബാഗ്ദാദിയ ചാമ്പ്യൻസ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇഫ്താർ സംഗമവും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. ജിദ്ദയിലെയും മക്കയിലെയും കരുളായി സ്വദേശികൾ കുടുംബസമേതം പങ്കെടുത്തു. നാട്ടിൽ ലഹരി വസ്തുക്കളുടെ വ്യാപനത്തിൽ KPS ആശങ്ക പ്രകടിപ്പിച്ചു. ലഹരിക്കെതിരെ പ്ലക്കാർഡുകൾ ഉയർത്തി മൊബൈൽ ഫോണിൽ ലൈറ്റുകൾ തെളിയിച്ച് ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്താണ് ഇഫ്താർ സംഗമം നടന്നത്. മൊയ്യീൻകുട്ടി ലഹരിക്കെതിരെ ഉദ്ബോധനം നടത്തി. ചെയർമാൻ നാസർ കരുളായി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. രക്ഷാധികാരി അമീർ ചുള്ളിയൻ, അബ്ബാസ് NK, റഫീഖ് എന്നിവർ സംസാരിച്ചു. അബ്ബാസ് നെച്ചിക്കാടൻ, മൊയ്യീൻകുട്ടി മുണ്ടോടൻ, റഫീഖ് CP, സൗഫൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. റിയാസ് മദനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ CPM-നുള്ളിൽ അതൃപ്തിയും നീരസവും പുകയുന്നു. സംസ്ഥാന സമിതിയിൽ തഴഞ്ഞതിൽ അതൃപ്തി പരസ്യമാക്കിയ A. പത്മകുമാറിന് പിന്നാലെ സെക്രട്ടേറിയറ്റിൽ P. ജയരാജനെ ഉൾപ്പെടുത്താത്തതിലെ അതൃപ്തി പങ്കുവെച്ച് മകൻ ജെയിൻ രാജും രംഗത്ത് വന്നു. MP രാജേഷിനെയും കടകംപള്ളി സുരേന്ദ്രനെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതും ചർച്ചയാകുന്നു. CPM-ന്റെ നയവ്യതിയാനങ്ങളെ ചൊല്ലി സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനങ്ങളോ വിവാദങ്ങളോ ഉണ്ടായില്ലെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റും സമിതിയും പുനഃസംഘടിപ്പിച്ചപ്പോൾ അതൃപ്തിയും അസ്വാരസ്യവും മറനീക്കി പുറത്തുവരുന്നു. പത്തനംതിട്ടയിൽ നിന്ന് A. പത്മകുമാർ FB പോസ്റ്റിലൂടെ കടുത്ത പ്രതിഷേധം അറിയിച്ചതാണ് വിമർശനങ്ങളുടെ തുടക്കം. 52 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള തന്നെ പരിഗണിക്കാതെ 9 വർഷം മാത്രം പാരമ്പര്യമുള്ള വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവാക്കിയതിലെ വിയോജിപ്പ് കടുത്ത ഭാഷയിൽ തന്നെ പത്മകുമാർ പരസ്യമാക്കി. ഇതിനെതിരെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നെങ്കിലും പിന്നീട് പത്മകുമാറിനെ വീട്ടിലെത്തി നേരിട്ട് കണ്ട് അനുനയിപ്പിക്കാനുള്ള ശ്രമവും CPM നടത്തിയെന്നതും ശ്രദ്ധേയം. സംസ്ഥാന സമിതിയിലേക്ക് P. ജയരാജനെ ഇക്കുറിയും ഉൾപ്പെടുത്താത്തതിലെ വിമർശനം മകൻ ജെയിൻ രാജാണ് FB-യിലൂടെ ഉന്നയിച്ചത്. 2019 അയോധ്യ കേസുമായി ബന്ധപ്പെട്ട വിധിയിൽ M. സ്വരാജ് ഇട്ടിരുന്ന വർത്തമാന ഇന്ത്യയിൽ മറ്റൊരു വിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ നിഷ്കളങ്കരെ എന്ന പോസ്റ്റ് പങ്കുവച്ചാണ് ജെയിൻ രാജ് പ്രതിഷേധമറിയിച്ചത്. 28 വർഷമായി സംസ്ഥാന സമിതിയിലുള്ള P. ജയരാജനെ തഴഞ്ഞ് അദ്ദേഹത്തെക്കാൾ വളരെ ജൂനിയറായ നേതാക്കൾ സെക്രട്ടേറിയറ്റിൽ ഇടം നേടി എന്ന വിമർശനമാണ് ഉയരുന്നത്. കണ്ണൂരിൽ നിന്ന് പിണറായി വിജയൻ, MV ഗോവിന്ദൻ, EP ജയരാജൻ, KK ശൈലജ, MV ജയരാജൻ എന്നീ 5 നേതാക്കൾ സെക്രട്ടേറിയറ്റിൽ ഇടം നേടിയിട്ടുണ്ട്. കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറിമാർക്ക് അംഗത്വം കിട്ടിയിട്ടും P. ജയരാജനെ തഴഞ്ഞു. ഇപ്പോൾ 72 വയസ്സ് പൂർത്തിയായ P. ജയരാജന് അടുത്ത സമ്മേളനമാകുമ്പോൾ 75 വയസ്സ് പ്രായപരിധി വരികയും അതോടെ പടിയിറങ്ങേണ്ടിയും വരും. മന്ത്രി MP രാജേഷിനെയും കടകംപള്ളി സുരേന്ദ്രനെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തഴഞ്ഞതും വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താത്തതിൽ മഹിളാ അസോസിയേഷൻ സംസ്ഥാന നേതാവ് N. സുകന്യയും വിമർശന രൂപേണ പോസ്റ്റിട്ടു. ഓരോ അനീതിയിലും നീ കോപത്താൽ വിറയ്ക്കുന്നുണ്ടെങ്കിൽ നീ എൻ്റെ ഒരു സഖാവാണ് എന്ന ചെഗുവേരയുടെ വാക്കുകളാണ് FB-യിലിട്ടത്. കൂടുതൽ വനിതകൾ നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് N. സുകന്യ വിശദീകരിക്കുന്നത്. നേതൃനിരയിലെ തെരഞ്ഞെടുപ്പിലും ഒഴിവാക്കലിലും ഉയരുന്ന വിമർശനങ്ങൾ ചർച്ചയാകുമ്പോൾ നേതാക്കൾ എത്രത്തോളം ഗൗരവത്തോടെ വിഷയം ഉൾക്കൊള്ളുമെന്നാണ് അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. CPM സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താത്തതിൽ നിലപാട് കടുപ്പിച്ച് പത്തനംതിട്ടയിലെ മുതിർന്ന നേതാവ് A. പത്മകുമാർ 50 വർഷം പരിചയമുള്ള തന്നെ തഴഞ്ഞുവെന്നും FB പോസ്റ്റിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പത്മകുമാർ പറഞ്ഞു. പത്മകുമാർ പാർട്ടിയുടെ പ്രിയങ്കരനായ നേതാവാണെന്നും എന്തുകൊണ്ട് ഇത്തരത്തിൽ പ്രതികരണമുണ്ടായി എന്ന് സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ജില്ലാ കമ്മിറ്റി പരിശോധിക്കുമെന്നും ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു.
കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സംസ്ഥാന സമ്മേളനം പൂർത്തിയായെങ്കിലും ജില്ലകളിലെ വിഭാഗീയതയുടെ തെളിവാണ് പത്തനംതിട്ടയിൽ നിന്ന് ഉയർന്നുവരുന്ന പ്രശ്നങ്ങൾ. പത്തനംതിട്ടയിൽ ഏറെ നാളായി നിലനിന്നിരുന്ന വിഭാഗീയതയാണ് മുൻ MLA A. പത്മകുമാറിന്റെ പരസ്യ പ്രതികരണത്തിലൂടെ പുറത്തുവന്നത്. ചതിവ്, വഞ്ചന, അവഹേളനം, 52 വർഷത്തെ ബാക്കിപത്രം, ലാൽ സലാം എന്നായിരുന്നു പത്മകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. 50 വർഷം പരിചയമുള്ള തന്നെ തഴഞ്ഞ് 9 വർഷം മാത്രമായ വീണ ജോർജിനെ പരിഗണിച്ചുവെന്നാണ് പത്മകുമാറിന്റെ ആക്ഷേപം. കഴിഞ്ഞ ദിവസം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാതെ പത്മകുമാർ കൊല്ലത്ത് നിന്ന് മടങ്ങിയിരുന്നു. സംസ്ഥാന സമ്മേളനത്തിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്കിലും ഫേസ്ബുക്ക് പോസ്റ്റിലും പത്മകുമാറിനെതിരെ പാർട്ടി നടപടിക്ക് സാധ്യതയുണ്ട്. പത്മകുമാർ പാർട്ടിയുടെ പ്രിയങ്കരനായ നേതാവാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലെ പരാമർശങ്ങൾ പരിശോധിക്കുമെന്നും CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. പത്മകുമാർ പത്തനംതിട്ട പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയോ ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല എന്നൊരു പ്രതികരണം അദ്ദേഹം ആദ്യം നടത്തിയിരുന്നു. എന്തായാലും അത് പാർട്ടി വളരെ ഗൗരവത്തോടുകൂടി തന്നെ അത് പരിശോധിക്കും. താൻ പാർട്ടി വിടില്ല എന്ന് പത്മകുമാർ ആവർത്തിക്കുമ്പോഴും പത്മകുമാറിനെ സ്വാഗതം ചെയ്ത് കോൺഗ്രസും BJPയും രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക് അമൃത TV. CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിന് പരസ്യ പ്രതിഷേധം അറിയിച്ച മുതിർന്ന നേതാവ് A. പത്മകുമാറിനെ CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വീട്ടിലെത്തി സന്ദർശിച്ചു. അനുരഞ്ജന ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു കൂടിക്കാഴ്ച. വിഷയം പാർട്ടി പരിശോധിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാജു എബ്രഹാം പ്രതികരിച്ചു. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ മന്ത്രി വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവാക്കിയത് ശരിയായില്ലെന്ന് മുതിർന്ന നേതാവ് A. പത്മകുമാർ ഇന്നും ആവർത്തിച്ചു. പാർട്ടി സ്ഥാനങ്ങൾ നൽകുമ്പോൾ ചില മാനദണ്ഡങ്ങളുണ്ട്. ഇത് ഇത്തവണ ലംഘിക്കപ്പെട്ടു. നീതിയുക്തമായല്ല സ്ഥാനങ്ങൾ നൽകിയതെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് പത്മകുമാർ. വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള ആളുകളെ ഒഴിവാക്കിയാണ് വീണ ജോർജിനെ പോലെയുള്ളവരെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. ആ നിലപാട് നീതിപൂർവമല്ല, പാർട്ടി നീതിപൂർവമല്ല എന്നല്ല, പാർട്ടി സംഘടന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചത് സംഘടനാപരമല്ല എന്നാണ് എനിക്ക് തോന്നിയത്. അത്രയേ ഉള്ളൂ. അതേസമയം അനുരഞ്ജന ശ്രമങ്ങളുടെ ഭാഗമായി ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം, CI2 സംസ്ഥാന വൈസ് പ്രസിഡന്റ് PB ഹർഷകുമാർ എന്നിവർ ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ വിഷയം ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാജു എബ്രഹാം പ്രതികരിച്ചു. അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ ഞങ്ങൾ കാര്യം സംസാരിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് സംഘടനാപരമായി പരിശോധിക്കേണ്ട പ്രശ്നങ്ങളാണ്. സംസ്ഥാന നേതൃത്വത്തിന്റെ സഹായത്തോടെ അവരുടെ സാന്നിധ്യത്തിൽ ഈ വിഷയങ്ങൾ വരുന്ന ദിവസം അധികം താമസിയാതെ തന്നെ പരിശോധിക്കും. അതേസമയം ജില്ലാ സെക്രട്ടറിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പ്രതികരണം നടത്താൻ A. പത്മകുമാർ തയ്യാറായില്ല. അമൃത ന്യൂസ് പത്തനംതിട്ട. സംസ്ഥാന സമ്മേളനം പൂർത്തിയായതോടെ ഭിന്നതകൾ രൂക്ഷമായ വയനാട് CPMലെ തർക്കങ്ങളും പരാതികളും പരിഹരിക്കലാവും ഇനി നേതൃത്വത്തിന്റെ പ്രധാന വെല്ലുവിളി. ജില്ലാ സമ്മേളനത്തിൽ ഗൂഢാലോചന നടന്നു എന്ന മുൻ ജില്ലാ സെക്രട്ടറിയുടെ പരാതിക്കൊപ്പം മുതിർന്ന നേതാക്കളുടെ സാമ്പത്തിക ക്രമക്കേടുകളും പരാതിയായി ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട മുൻ ജില്ലാ സെക്രട്ടറി P. ഗഗാറിന് പകരം ചുമതല നൽകുന്ന കാര്യം നേതൃത്വം പരിഗണിക്കും. ജില്ലാ സമ്മേളനത്തിന് ശേഷം ഉടലെടുത്ത നേതാക്കൾക്കിടയിലെ ഭിന്നതകൾ രൂക്ഷമായി നിലനിൽക്കുമ്പോഴാണ് പാർട്ടി അംഗങ്ങളുടെ എണ്ണം കണക്കാക്കിയുള്ള മാനദണ്ഡ പരിധിയുടെ അടിസ്ഥാനത്തിൽ മുൻ ജില്ലാ സെക്രട്ടറി P. ഗഗാറിൻ സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത്. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് P. ഗഗാറിന് ഒരു ടേം കൂടി അവസരമുണ്ടായിട്ടും ഗൂഢാലോചന നടത്തി വെട്ടിനീക്കിയെന്ന പരാതി നിലവിൽ സംസ്ഥാന നേതൃത്വത്തിന് മുമ്പിലുണ്ട്. ജില്ലയിലെ പ്രധാനിയായ നേതാവ് അട്ടിമറിക്ക് നേതൃത്വം കൊടുത്തുവെന്നും ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത സംസ്ഥാന സമിതിയിലെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ ഇതിന് കൂട്ടുനിന്നെന്നും ആരോപിച്ചാണ് പുതിയ ജില്ലാ നേതൃത്വത്തെ എതിർക്കുന്നവർ പരാതിയുമായി സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിലും വെട്ടിനിരത്തൽ സാധ്യതയുണ്ടെന്ന വിവരം സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് P. ഗഗാറിനെ വെട്ടി DYFI ജില്ലാ സെക്രട്ടറിയായിരുന്ന K. റഫീഖ് സെക്രട്ടറി പദവിയിലെത്തിയത്. വെട്ടിനിരത്തൽ സാധ്യതയുള്ളതിനാൽ ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരിക്കാതെയായിരുന്നു സമ്മേളനം അവസാനിച്ചത്. വയനാട് സമ്മേളനത്തിലെ വിഭാഗീയത നീക്കം മനസ്സിലാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ യുവജന നേതൃത്വമെന്ന ട്രെൻഡ് മറ്റിടങ്ങളിൽ ചർച്ചയായി കൊണ്ടുവരാതിരിക്കാൻ 13 ഇടങ്ങളിലെ ജില്ലാ സമ്മേളനങ്ങളിൽ മുഴുനീളെ പങ്കെടുത്തതും ശ്രദ്ധേയമായിരുന്നു. ജില്ലാ സമ്മേളനത്തിന് ശേഷം നടന്ന ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ 3 ചേരിതിരിഞ്ഞ് നേതാക്കൾ കൊമ്പുകോർത്തതും സംസ്ഥാന നേതൃത്വത്തിന് മുമ്പിൽ പരാതിയെ ലഭിച്ചിട്ടുണ്ട്. പുതിയ ജില്ലാ നേതൃത്വം അവഗണിക്കുന്നുവെന്നാണ് ഒരു വിഭാഗം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പരാതിയായി ഉന്നയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വയനാടിന്റെ സംഘടനാ ചുമതല സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തിരഞ്ഞെടുത്ത MV ജയരാജന് നൽകാനും സാധ്യതയുണ്ട്. സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട P. ഗഗാറിന്
പകരം ചുമതല നൽകുന്ന കാര്യവും നേതൃത്വം പരിഗണിക്കും. നിലവിൽ കേരള ബാങ്ക് ഡയറക്ടറായ പി ഗഗാറിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കാനാണ് സാധ്യത. അമൃത ന്യൂസ്, വയനാട്. CPM ഒരു സ്ത്രീവിരുദ്ധ പാർട്ടിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. 17-അംഗ സെക്രട്ടേറിയറ്റിൽ ആകെ ഒരു വനിത മാത്രമാണുള്ളത്. പട്ടികജാതിക്കാർ ആരുമില്ല. പിണറായിക്കും മുഹമ്മദ് റിയാസിനും സ്തുതി പാടുന്നവർ മാത്രമാണ് നേതൃത്വത്തിലുള്ളത്. BJP സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വം ഉചിതമായ തീരുമാനമെടുക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും സ്തുതി പാടുന്നവരെ മാത്രമാണ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 17-അംഗ സെക്രട്ടേറിയറ്റിൽ ഒരു വനിതയാണുള്ളത്. കേരളത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ടർമാർ സ്ത്രീകളാണ്. ഒരു വനിതയാണ് CPMന്റെ സെക്രട്ടേറിയറ്റിലുള്ളത്. ഒരൊറ്റ പട്ടികജാതിക്കാരനില്ല. ഈ നാട്ടിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ പട്ടികജാതി പട്ടികവർഗം 10% ഉണ്ട്. അവരുടെ സെക്രട്ടേറിയറ്റിൽ ഒരാളുണ്ടോ? സ്ത്രീകൾ സെക്രട്ടേറിയറ്റിൽ ഒരാളേ ഉള്ളൂ. ഞങ്ങളുടെ പാർട്ടിയിൽ 3/1 ഭാരവാഹികൾ വനിതകളാണ്. അതായത് 30 സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിക്കുമ്പോൾ 10 പേര് ഞങ്ങളത് വനിതകളാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. അതുകൊണ്ട് CPM ഇപ്പോഴും പുരോഗമനപരമായ ഒരു നിലപാടും സ്വീകരിച്ചു. ഇടുക്കി പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച കുരിശ് റവന്യൂ സംഘം പൊളിച്ചുമാറ്റി. ചങ്ങനാശ്ശേരി സ്വദേശി സജിത് ജോസഫ് സ്ഥാപിച്ച കുരിശാണ് പൊളിച്ചുമാറ്റിയത്. പ്രദേശത്ത് 2 മാസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫ് പണിത റിസോർട്ടിനോട് ചേർന്നാണ് കുരിശ് സ്ഥാപിച്ചത്. 3.31 ഏക്കർ സർക്കാർ ഭൂമി സജിത് ജോസഫ് അനധികൃതമായി കയ്യേറി വൻകിട റിസോർട്ട് നിർമ്മിച്ചതായി ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഈ മാസം 2-ന് പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ ജില്ലാ കളക്ടർ പീരുമേട് LR തഹസിൽദാറെ ചുമതലപ്പെടുത്തി. ഒപ്പം കയ്യേറ്റ ഭൂമിയിൽ പണികൾ നടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും നിർദ്ദേശിച്ചു. സജിത് ജോസഫിന് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് അവഗണിച്ച് കുരിശിന്റെ പണികൾ വെള്ളിയാഴ്ച പൂർത്തിയാക്കി. ഇക്കാര്യം അറിഞ്ഞില്ലെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. കയ്യേറ്റത്തെ തുടർന്ന് പരുന്തുംപാറയിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. ഇതും അവഗണിച്ചായിരുന്നു കുരിശു നിർമ്മാണം. സംഭവം വിവാദമായതോടെ റവന്യൂ മന്ത്രി പ്രശ്നത്തിൽ ഇടപെടുകയും കുരിശു പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. പരുന്തുംപാറ, വാഗമൺ എന്നിവിടങ്ങളിൽ നിരോധനാജ്ഞ ലംഘിച്ച് പണി നടത്തിയ 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പരുന്തുംപാറ കയ്യേറ്റത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. 2 മാസത്തേക്ക് പരുന്തുംപാറയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയെന്നും 15 ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കൽ നടപടിക്കായി നിയോഗിച്ചെന്നും മന്ത്രി അറിയിച്ചു. അമൃത ന്യൂസ്, ഇടുക്കി. സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷൻ കുടിശ്ശിക നൽകാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷം. തൊഴിലാളി വർഗ പാർട്ടി തൊഴിലാളികളോട് മുഖം തിരിക്കുകയാണെന്നും പ്രതിപക്ഷം പറഞ്ഞു. UDF സർക്കാരിന്റെ കാലത്ത് 9,000 കോടി കുടിശ്ശിക നൽകിയെങ്കിൽ ഇടത് സർക്കാർ 51,000 കോടി രൂപ കുടിശ്ശിക നൽകിയെന്ന് ധനമന്ത്രി അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്ത് 31 ക്ഷേമനിധി ബോർഡുകളാണ് നിലവിലുള്ളത്. ഇതിൽ പകുതിയിലേറെ പൂട്ടലിന്റെ വക്കിലാണ്. തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് നൽകുന്ന പെൻഷൻ മാസങ്ങളോളം കുടിശ്ശികയാണ്. വിഷയം ഉയർത്തിക്കാട്ടി പ്രതിപക്ഷത്ത് നിന്ന് M. വിൻസെന്റാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ബീഡി തൊഴിലാളികളുടെ പാർട്ടിയായ CPM ബീഡി വലിച്ചു കളയുന്നത് പോലെയാണ് തൊഴിലാളികളോട് പെരുമാറുന്നതെന്ന് പ്രതിപക്ഷം പറഞ്ഞു. CPMന്റെ സംസ്ഥാന സമ്മേളനം നടന്ന കൊല്ലത്ത് കശുവണ്ടി തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും സർക്കാരിനാകുന്നില്ല എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ഈ വിഷയത്തിന്റെ അടിയന്തര പ്രാധാന്യം എന്താണെന്ന് ചോദിച്ച ധനമന്ത്രി 3 മാസത്തെ പെൻഷൻ കുടിശ്ശിക മാത്രമേയുള്ളൂവെന്ന് മറുപടി പറഞ്ഞു. UDF കാലത്ത് 9,011 കോടി രൂപയാണ് ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക നൽകിയതെങ്കിൽ ഇടത് സർക്കാർ 51,000 കോടി രൂപ കുടിശ്ശിക നൽകിയെന്ന് കണക്കുകൾ നിരത്തി ധനമന്ത്രി വാദിച്ചു. ക്ഷേമനിധി പെൻഷനുകൾ കുറയ്ക്കില്ല, കൃത്യമായി വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം ഞാൻ പറയാം. സർ, 2011-16 UDF സർക്കാരിന്റെ കാലത്ത് ക്ഷേമനിധി പെൻഷൻ കൊടുത്ത് ആകെ എത്ര? 5 വർഷം കൊണ്ട് 9,011 കോടിയാണ് സർ. 9,011 5 വർഷം കൊണ്ട് കൊടുത്തു. 2016-21 LDF സർക്കാരിന്റെ കാലത്ത് ആ ക്ഷേമനിധി പെൻഷൻ 600 രൂപയായിരുന്നത് വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല പഴയകാല കുടിശ്ശികയും കൂടി കൊടുത്തു തീർത്തു. അങ്ങനെ ആ കുടിശ്ശിക അടക്കം 35,154 കോടി രൂപ കൊടുത്ത ഒരു മുന്നണിയോടാണ് നിങ്ങൾ പറയുന്നത്. അവിടെ വന്നിട്ട് ഇങ്ങനെ മുതലക്കണ്ണീർ ഒഴുക്കുകയാണ്. LDF ചെയ്യുന്നില്ല. സർ,
ആ 5 വർഷം കൊണ്ട് 26,143 കോടി രൂപയാണ് കേരള സർക്കാർ തൊഴിലാളികൾക്ക് ക്ഷേമനിധിക്ക് വേണ്ടി അധികമായി കൊടുത്തത്. സംസ്ഥാനത്ത് 100 കോടി തൊഴിലാളികൾക്ക് വേണ്ടിയാണ് പ്രതിപക്ഷം സംസാരിക്കുന്നതെന്നും 40 ലക്ഷത്തോളം ക്ഷേമനിധി തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയമാണെന്നും തൊഴിലാളി വർഗ പാർട്ടിയായ ഇടതുപക്ഷം എന്തിനാണ് മുൻഗണന നൽകുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. നിങ്ങളൊരു തൊഴിലാളി വർഗ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ആണെന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. അതാണ് ഞങ്ങളുടെ ചോദ്യം. എന്താ വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി? നിങ്ങളുടെ മുൻഗണന എന്താണ്? നിങ്ങളുടെ മുൻഗണന ഇതാണോ? ഈ പാവപ്പെട്ട 10, 30, 35 ലക്ഷം വരുന്ന തൊഴിലാളികളെ അവർക്ക് അവരംശാദായ അടച്ച ക്ഷേമനിധി ബോർഡുകളിൽ അവരുടെ തുക അതുപോലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ പോവുകയാണ്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ സമരം 2ാം ഘട്ടത്തിലേക്ക്. ഈ മാസം 17-ന് സമരക്കാർ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. വിവിധ സംഘടനകളുടെ പിന്തുണയോടെയാണ് പ്രതിഷേധമെന്ന് ആശാവർക്കർ വ്യക്തമാക്കി. ഇതിനിടെ CITU നേതാവ് KN ഗോപിനാഥൻ നടത്തിയ പ്രസ്താവന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ആശമാർ വക്കീൽ നോട്ടീസ് അയച്ചു. പ്രസ്താവന പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നോട്ടീസിലെ ആവശ്യം. 30-ാം നാളിലേക്ക് എത്തുന്ന സമരച്ചൂട് പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്നുള്ള ആശമാരുടെ സമരത്തിലേക്ക് എത്തിനോക്കാതെ സർക്കാരും സമരത്തെ ഏതുവിധേനയും അടിച്ചമർത്താമെന്ന ആലോചനയിൽ സർക്കാർ നിൽക്കവെയാണ് നിയമലംഘന സമരത്തിലേക്ക് ആശമാർ കടക്കുന്നത്. സമരത്തിന്റെ 2ാം ഘട്ടത്തിൽ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാനാണ് ആശമാർ ഒരുങ്ങുന്നത്. ഈ മാസം 17-നാണ് സെക്രട്ടേറിയറ്റ് ഉപരോധം. വിവിധ സംഘടനകളുടെ കൂടി പിന്തുണ ഉറപ്പാക്കിയാണ് അടുത്ത ഘട്ടത്തിലെ പ്രതിഷേധ നീക്കം. ഞങ്ങൾ 17-ാം തീയതി കേരളത്തിലെ ആശാവർക്കർമാർ ഈ ഡിമാൻഡ് നേടിയെടുക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇതിനകം ഞങ്ങൾക്ക് പിന്തുണ നൽകിയിരിക്കുന്ന മുഴുവൻ സംഘടനകളും ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇതിനിടെ സമരക്കാർക്കെതിരെ അപകീർത്തികരമായ പ്രസ്താവന നടത്തിയെന്നാരോപിച്ച് CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥിനെ സമരക്കാർ അപകീർത്തി നോട്ടീസ് അയച്ചു. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി MA ബിന്ദുവാണ് KN ഗോപിനാഥിന് വക്കീൽ നോട്ടീസ് അയച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് കുടയ്ക്കൊപ്പം ഉമ്മയും കൊടുത്തോ എന്ന പരാമർശം അടിയന്തരമായി പിൻവലിച്ച് പരസ്യമായി ക്ഷമാപണം പത്രത്തിൽ പ്രസിദ്ധീകരിക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. ഒരു കേന്ദ്രമന്ത്രി ഒരു ദിവസം മുഴുവൻ മഴ നനഞ്ഞുന്ന ആളുകളുടെ മുന്നിലേക്ക് വരികയും ഒരു സഹായഹസ്തം തരുമ്പോൾ അതിന് വളരെ അശ്ലീല പരാമർശത്തോടുകൂടി അതിനെ സാമ്യപ്പെടുത്തുകയും ചെയ്തതിനെതിരെ അത് കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാർക്കെതിരെയും പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിനെതിരെ നടത്തിയ ഒരു അധിക്ഷേപമായിട്ടാണ് ഞങ്ങളിതിനെ കണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഈ മാസം 3-നാണ് KN ഗോപിനാഥ് ആശമാരെ അധിക്ഷേപിച്ചത്. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് തുടരുമെന്നും സമരക്കാർ പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആശാവർക്കർമാരുടെ സമരം പാർലമെന്റിൽ ഉന്നയിച്ച് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPമാർ. ശൂന്യവേളയിൽ KC വേണുഗോപാൽ, ശശി തരൂർ, VK ശ്രീകണ്ഠൻ എന്നിവരാണ് വിഷയം ഉന്നയിച്ചത്. കൊടിക്കുന്നിൽ സുരേഷ് MPയാണ് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രക്ഷോഭത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആവശ്യപ്പെട്ടു. ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് KC വേണുഗോപാൽ ആരോപിച്ചു. കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ലെന്ന് സംസ്ഥാനവും സംസ്ഥാന സർക്കാർ പണം വിതരണം ചെയ്യുന്നില്ലെന്ന് കേന്ദ്രവും ആരോപിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇതിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തത വരുത്തണം. ആശമാർക്ക് 21,000 രൂപ പ്രതിമാസം അലവൻസും വിരമിക്കൽ ആനുകൂല്യവും നൽകണം. KC വേണുഗോപാൽ പറഞ്ഞു. State is blaming center, center is blaming state. Sir, who is responsible? There are different pay revisions for remuneration for ASHA workers in different states. പൊതുജനാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ അവസ്ഥയാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാവർക്കർമാരുടെ സമരം വ്യക്തമാക്കുന്നതെന്ന് ശശി തരൂർ MPയും ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ ആരോഗ്യ സംവിധാനത്തിലെ പാടി പുകഴ്ത്തപ്പെടാത്ത ഹീറോകളാണ് ആശാവർക്കർമാരെന്ന് ശശി തരൂർ പറഞ്ഞു. 12 to 14 hours a day, Madam Chair, ASHA workers are still classified as volunteers and they receive meager honorariums and incentives which are often delayed, leaving them and their families struggling financially. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് VK ശ്രീകണ്ഠനും ആവശ്യപ്പെട്ടു. ആശാവർക്കർമാരുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച പോലും നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഷാഫി പറമ്പിൽ, NK പ്രേമചന്ദ്രൻ, ഫ്രാൻസിസ് ജോർജ് തുടങ്ങിയവരും വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു. ദേശീയ വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ രേഖ ശർമ്മയാണ് വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ചത്. തൊഴിലിന്റെ പ്രാധാന്യമനുസരിച്ചുള്ള വേതനം ആശമാർക്ക് കിട്ടുന്നില്ലെന്ന് രേഖ ശർമ്മ ചൂണ്ടിക്കാട്ടി. Asha workers serve as backbone of our rural and community health care system
acting as crucial link between the government and the people. CPM MP വി ശിവദാസൻ ആശാപ്രവർത്തകരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കാൻ കേന്ദ്രം തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും അനുവദിച്ചില്ല. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സംസ്ഥാനത്തെ CBSE സ്കാഫ് ഇൻസ്പെക്ഷനിൽ ഉന്നത ഗ്രേഡ് പദവി നേടിയിരിക്കുകയാണ് മാനന്തവാടി അമൃത വിദ്യാലയം. മികച്ച വിദ്യാഭ്യാസ നിലവാരം ഉറപ്പാക്കുന്ന സ്കൂൾ ക്വാളിറ്റി അസസ്മെന്റ് ആൻഡ് അഷുറൻസ് ഫ്രെയിംവർക്കിൽ ഉന്നത സ്കോർ നേടിയാണ് അഭിമാനാർഹമായ നേട്ടം വിദ്യാലയം കരസ്ഥമാക്കിയത്. വിദ്യാലയത്തിന്റെ അക്കാദമിക ഗുണനിലവാരം, അടിസ്ഥാന സൗകര്യങ്ങൾ, അധ്യാപക മികവ്, വിദ്യാർത്ഥികളുടെ സർഗാത്മകത, സ്പോർട്സ് ഫെസിലിറ്റി, പഠന നിലവാരം തുടങ്ങിയവയിലെ മികവിന്റെ അടിസ്ഥാനത്തിലാണ് നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. 90% സ്കോർ വിദ്യാലയത്തിന് നേടാൻ സാധിച്ചു. സംസ്ഥാനത്ത് ആദ്യമായാണ് CBSE സ്കാഫ് ഇൻസ്പെക്ഷൻ നടന്നത്. വിദ്യാലയത്തിലെ ആധുനിക പഠനരീതി, നൂതന പഠന സൗകര്യങ്ങൾ, ഭൗതിക സൗകര്യങ്ങൾ, മികച്ച അധ്യാപക ശ്രേണി തുടങ്ങിയവ കൊണ്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്ന് പ്രിൻസിപ്പാൾ പൂജിതാമൃത ചൈതന്യ പറഞ്ഞു. അഭിമാനകരമായ നേട്ടം വിദ്യാലയത്തിന് നേടിയെടുക്കാൻ പ്രയത്നിച്ചവരെ പ്രത്യേക യോഗം ചേർന്ന് അനുമോദിക്കുകയും ചെയ്തു. അമൃത ന്യൂസ്, വയനാട്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലാൻഡിനെ തകർത്ത് കിരീടം നേടിയ ഇന്ത്യക്ക് അഭിമാന പ്രവാഹം. അതേസമയം തന്റെ കരിയറിനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് വിരാമമിട്ട് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഏകദിന ഫോർമാറ്റിൽ നിന്ന് വിരമിക്കില്ലെന്നാണ് രോഹിത് ശർമ്മയുടെ പ്രഖ്യാപനം. ദുബായിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മത്സരം വിജയിച്ച ശേഷമായിരുന്നു ക്യാപ്റ്റന്റെ പ്രതികരണം. നേരത്തെ ഈ മത്സരത്തോടെ രോഹിത് ശർമ്മ ഏകദിനത്തിൽ നിന്ന് വിരമിക്കുമെന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.